സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് കുറച്ച് PSC ബുള്ളറ്റിൻ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ക്രിക്കറ്റ് പിച്ചിന്റെ നീളം 20.12 മീറ്റർ ആണ്. ക്രിക്കറ്റ് പിച്ചിന്റെ നീളം 20.12 മീറ്റർ ആണ്. ക്രിക്കറ്റ് പിച്ചിന്റെ നീളം. ആഹാരം പൂർണ്ണമായും ത്യജിച്ച് ഉപവാസത്തിലൂടെ ജൈന മതവിശ്വാസികൾ മരണത്തെ വരിക്കുന്ന ആചാരമാണ് സന്ധാര. സന്ധാര എന്നാൽ ആഹാരം പൂർണ്ണമായും ത്യജിച്ച് ഉപവാസത്തിലൂടെ ജൈന മതവിശ്വാസികൾ മരണത്തെ വരിക്കുന്ന ആചാരമാണ് സന്ധാര. ആദ്യത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് എവിടെയാണ്? ആദ്യത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ്. ആദ്യത്തെ അമ്മത്തൊട്ടിൽ എവിടെയാണ്? തിരുവനന്തപുരം. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥ പഠന ഉപഗ്രഹം ഏതാണ്? കൽപ്പന 1 ആണ്. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥ പഠന ഉപഗ്രഹമാണ് കൽപ്പന 1. ഇന്ത്യൻ പാർലമെന്റിന്റെ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ 3 ഘടകങ്ങൾ ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി എന്നിവയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ 3 ഘടകങ്ങൾ. ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് രാജാവ് ഒപ്പുവെച്ച തീയതി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് രാജാവ് ഒപ്പുവെച്ച തീയതി 1947 ജൂലൈ 18 ആണ്. 1947 ജൂലൈ 18-നാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് രാജാവ് ഒപ്പുവെച്ചത്. 1947 ജൂലൈ 18. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 50ാമത്തെ വാർഷികത്തിൽ പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്ക് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്ക്. ഇന്ത്യയിൽ കാട്ടുകഴുതകൾ സംരക്ഷിക്കപ്പെടുന്ന കേന്ദ്രം. കാട്ടുകഴുതകൾ സംരക്ഷിക്കപ്പെടുന്നത് ധൻഗ്രയാണ്. ധൻഗ്ര. ഇന്ത്യയിലെ കാട്ടുകഴുതകൾ സംരക്ഷിക്കപ്പെടുന്ന കേന്ദ്രം എവിടെയാണ്? ധൻഗ്ര. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാ ഹാൾ. കൽക്കത്തയില് എൽഫിൻസ്റ്റൺ പിക്ചർ പാലസ്. എൽഫിൻസ്റ്റൺ പിക്ചർ പാലസ്, കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാ ഹാൾ. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ആണ്. ഇന്ത്യയിലെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ. ഇന്ത്യയുടെ എംബ്രോയിഡറി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എംബ്രോയിഡറി തലസ്ഥാനം സൂററ്റ് ആണ്. ഇന്ത്യയുടെ എംബ്രോയിഡറി തലസ്ഥാനം സൂററ്റ്. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ രൂപം കൊണ്ട വർഷം. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ രൂപം കൊണ്ടത് 1955-ലാണ്. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ വർഷം 1955. രാഷ്ട്രം ദൈവത്തിന്റെ പര്യടനമാണ് എന്ന് പ്രഖ്യാപിച്ച ചിന്തകൻ ആരാണ്? ഹെഗൽ ആണ്. രാഷ്ട്രം ദൈവത്തിന്റെ പര്യടനമാണ് എന്ന് പ്രഖ്യാപിച്ച ചിന്തകൻ ആരാണ്? ഹെഗൽ. 2 വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരമായ ഇസ്താൻബുൾ ഏത് രാജ്യത്താണ്? ഇസ്താംബുൾ തുർക്കിയിലാണ്. റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത് ഹാരിസണും കാറ്റ്ലിനുമാണ്. ഹാരിസൺ, കാറ്റ്ലി എന്നിവരാണ് റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത്. ഹാരിസൺ, കാറ്റ്ലി. റിക്ടർ സ്കെയിലിൽ അളക്കുന്നത് എന്താണ്? റിക്ടർ സ്കെയിലിൽ അളക്കുന്നത് ഭൂകമ്പമാണ്. ഭൂകമ്പം. NN പിള്ളയുടെ ആത്മകഥ. ഞാൻ എന്ന ആത്മകഥ ആരുടേതാണ്? NN പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ. ഏറ്റവും വിഷം കൂടിയ പാമ്പ് രാജവെമ്പാല. ഏറ്റവും കൂടുതൽ നിയമസഭാംഗങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ നിയമസഭാംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി. ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളിയാണ് കരുൺ നായർ.
സൈലന്റ് വാലിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് റോബർട്ട് റൈറ്റ് ആണ്. റോബർട്ട് റൈറ്റ്. സൈലന്റ് വാലിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ആരാണ്? റോബർട്ട് റൈറ്റ്. തൈക്കാട് അയ്യയുടെ ഭാര്യയുടെ പേര്. തൈക്കാട് അയ്യയുടെ ഭാര്യയുടെ പേരാണ് കമലമ്മ. തൈക്കാട് അയ്യയുടെ ഭാര്യയുടെ പേര് കമലമ്മ. ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്ന് വർണ്ണിക്കപ്പെട്ട ഡൽഹി സുൽത്താൻ. ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്ന് വർണ്ണിക്കപ്പെട്ട ഡൽഹി സുൽത്താൻ ആരാണ്? ഇൽത്തുമിഷ് ആണ്. ഇൽത്തുമിഷ്. ദൈവത്തിന്റെ പൂന്തോട്ടം എന്ന പേരിനർത്ഥമുള്ള നഗരം. ദൈവത്തിന്റെ പൂന്തോട്ടം എന്ന പേരിനർത്ഥമുള്ളത് ബാഗ്ദാദ് ആണ്. ദൈവത്തിന്റെ പൂന്തോട്ടം എന്ന പേരിനർത്ഥമുള്ള നഗരം ഏതാണ്? ബാഗ്ദാദ്. ആദ്യത്തെ ബഷീർ പുരസ്കാരത്തിന് അർഹനായത് കോവിലനാണ്. ആദ്യത്തെ ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കോവിലൻ. 1946 ജൂണിൽ പീപ്പിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് രൂപം നൽകിയത് BR അംബേദ്കർ ആണ്. 1946 ജൂണില് പീപ്പിൾ എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് രൂപം നൽകിയത് ആരാണ്? BR അംബേദ്കർ ആണ്. BR അംബേദ്കർ. ഏറ്റവും വിസ്തൃതി കൂടിയ കോമൺവെൽത്ത് അംഗരാജ്യമാണ് കാനഡ. ഏറ്റവും വിസ്തീർണം കൂടിയ കോമൺവെൽത്ത് അംഗരാജ്യമാണ് കാനഡ. ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന മുഗൾ രാജാവ് ബാബർ. ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യമാണ് മുള. ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യം ഏതാണ്? മുളയാണ്. ഏത് രാജ്യത്താണ് ഹഗിയ സോഫിയ? തുർക്കിയിലാണ്. ഏത് രാജ്യത്തിന്റെ നാണയമാണ് ക്രോണ? സ്വീഡൻ. ഏത് രാജ്യത്തിന്റെ പതാകയാണ് ഓൾഡ് ഗ്ലോറി എന്നറിയപ്പെടുന്നത്? USA-യുടേതാണ്. USA-യുടെ പതാകയാണ് ഓൾഡ് ഗ്ലോറി എന്ന് അറിയപ്പെടുന്നത്. ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഒഡീഷയിലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്? ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഒഡീഷയിലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്? ജർമ്മനിയാണ്. ജർമ്മനി. ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? ദ്രുതവാട്ടം ബാധിക്കുന്നത് കുരുമുളകിനെയാണ്. ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? കുരുമുളക്. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്? ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത് നെപ്റ്റ്യൂണിലാണ്. നെപ്റ്റ്യൂൺ. ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത് നെപ്റ്റ്യൂൺ. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്? യുറാനസ് ആണ്. യുറാനസിന്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്. ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് 12 പേരെ നാമനിർദ്ദേശം ചെയ്യുന്നത്? ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് 12 പേരെ നാമനിർദ്ദേശം ചെയ്യുന്നത്? 80-ാം അനുച്ഛേദ പ്രകാരമാണ്. 80-ാം അനുച്ഛേദം. ഏത് രാജ്യത്തെ കറൻസിയാണ് നക്ഫ? എറിത്രിയ. ഏത് വൻകരയിലാണ് ഗോബി മരുഭൂമി? ഗോബി മരുഭൂമി ഏത് വൻകരയിലാണ്? ഏഷ്യ വൻകരയിലാണ്. ഏത് വിഷയത്തിലെ നോബൽ സമ്മാനമാണ് ആൽഫ്രഡ് നോബൽ ഏർപ്പെടുത്തിയത് അല്ലാത്തത്? ഇക്കണോമിക്സ് ആണ്. ഏത് വിഷയത്തിലെ നോബൽ സമ്മാനമാണ് ആൽഫ്രഡ് നോബൽ ഏർപ്പെടുത്തിയത് അല്ലാത്തത്? ഇക്കണോമിക്സിലെയാണ്. ഇക്കണോമിക്സിലെ നോബൽ സമ്മാനമാണ് ആൽഫ്രഡ് നോബൽ ഏർപ്പെടുത്തിയത് അല്ലാത്തത്. ഏത് രാജാവിന്റെ കാലത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമാണ് ഫാഹിയാന്റെ കൃതികളിൽ വിവരിക്കുന്നത്? ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെതാണ്. ചന്ദ്രഗുപ്ത വിക്രമാദിത്യന്റെ കാലത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമാണ് ഫാഹിയാന്റെ കൃതികളിൽ വിവരിക്കുന്നത്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് WC ബാനർജി 2ാം ഊഴത്തിലെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? 1892 അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിലാണ് WC ബാനർജി 2ാം ഊഴത്തിലെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 1892 അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ.
ഏത് തടാകത്തിലാണ് ജിബ്രാൾട്ടർ പാറ? ജിബ്രാൾട്ടർ പാറ ഹുസൈൻ സാഗറിലാണ്. ഹുസൈൻ സാഗർ. ഒ ചന്തുമേനോന്റെ പൂർത്തിയാകാത്ത നോവലാണ് ശാരദ. ഒ ചന്തുമേനോന്റെ പൂർത്തിയാക്കാത്ത നോവൽ ആണ് ശാരദ. വധിക്കപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 11. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 11. കോൺസ്റ്റാന്റിനിപ്പോളിന്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബുൾ എന്നാണ്. ഇസ്താംബുൾ. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം വിമാനത്താവളമാണ് കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യർ സ്വാമി സത്യവ്രതനും കെ വേലായുധനുമാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യർ ആരൊക്കെയാണ്? സ്വാമി സത്യവ്രതൻ, കെ വേലായുധൻ. സ്വാമി സത്യവ്രതൻ, കെ വേലായുധൻ. വൈകുണ്ഠസ്വാമികളെ ജയിലിൽ അടച്ച സ്ഥലം ശിങ്കാരത്തോപ്പാണ്. വൈകുണ്ഠസ്വാമികളെ ജയിലിൽ അടച്ചത് എവിടെയാണ്? ശിങ്കാരത്തോപ്പ്. വൈകുണ്ഠസ്വാമികളെ ജയിലിൽ അടച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളാണ് വൈകുണ്ഠസ്വാമികളെ ജയിലിൽ അടച്ചത്. എവിടെയാണ് സ്ഥലം? ശിങ്കാരത്തോപ്പ്. വൈഫൈ എന്നതിൻ്റെ പൂർണ്ണരൂപം വയർലെസ് ഫെഡലിറ്റി. വയർലെസ് ഫെഡലിറ്റി എന്നതാണ് വൈഫൈ എന്നതിൻ്റെ പൂർണ്ണരൂപം. ശൈവ പ്രകാശ സഭ സ്ഥാപിക്കാൻ തൈക്കാട് IAS സഹായിച്ചത് മനോന്മണീയം സുന്ദരൻ പിള്ളയാണ്. മനോന്മണീയം സുന്ദരം പിള്ളയാണ് ശൈവ പ്രകാശ സഭ സ്ഥാപിക്കാൻ തൈക്കാട് IAS സഹായിച്ചത് മനോന്മണീയം സുന്ദരം പിള്ള. അടുത്ത ചോദ്യം, വയനാട്ടിലെ ആദ്യത്തെ ജലസേചന പദ്ധതി കാരാപ്പുഴയാണ്. കാരാപ്പുഴ ജലസേചന പദ്ധതിയാണ് വയനാട്ടിലെ ആദ്യത്തെ ജലസേചന പദ്ധതി. കാരാപ്പുഴ ജലസേചന പദ്ധതി. വയലാർ അവാർഡ് ആരംഭിച്ച വർഷം 1977. വയലാർ അവാർഡ് ആരംഭിച്ച വർഷം 1977. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം എന്താണ്? ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു ഭാഷ എന്ന സന്ദേശം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു ഭാഷ എന്ന സന്ദേശം നൽകിയത് വൈകുണ്ഠസ്വാമികൾ. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള യാത്ര ഏത് വർഷമായിരുന്നു? 1937 1937. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള യാത്ര 1937 ഒറീസയുടെ പഴയ പേര്. ഒറീസയുടെ പഴയ പേരാണ് കലിംഗ. വാതക രൂപത്തിലുള്ള ഹോർമോൺ ഏതാണ്? എഥിലിൻ ആണ്. വാതക രൂപത്തിലുള്ള ഹോർമോൺ എഥിലിൻ. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച് ആണ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? ഓറഞ്ച്. വിക്ടർ യൂഗോയുടെ പാവങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാരാണ്? വിക്ടർ യൂഗോയുടെ. ആരുടേതാണ്? വിക്ടർ യൂഗോയുടെ പാവങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. നാലപ്പാട്ട് നാരായണ മേനോനാണ് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. നാലപ്പാട്ട് നാരായണ മേനോൻ. വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം വെള്ളിയാണ്. വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞത് വെള്ളി. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേരാണ് കണ്ണീരും കിനാവും എന്നത്. വി.ടി. ഭട്ടതിരിപ്പാട്. കരയിലെ മൃഗങ്ങളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനം ഹിപ്പോപ്പൊട്ടാമസിനാണ്. കരയിലെ മൃഗങ്ങളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനം ഹിപ്പോപ്പൊട്ടാമസ്. കശുവണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കശുവണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാർ. കാശ്മീർ കരാറിൽ ഒപ്പുവെച്ച രാജാവ് ആരാണ്? കാശ്മീർ കരാറിൽ ഒപ്പുവെച്ചത് ഹരി സിംഗ് ആണ്. കാശ്മീർ കരാറിൽ ഒപ്പുവെച്ച രാജാവ് ഹരി സിംഗ്. കാക്കി കുറുക്കിയെടുത്ത കവിത എന്ന് വിളിക്കുന്നത് ആരുടെ രചനയാണ്? കാക്കി
കാച്ചിക്കുറുക്കിയെടുത്ത കവിത എന്ന് വിളിക്കുന്നത് ആരുടെ രചനയാണ്? വൈലോപ്പിള്ളിയുടേതാണ്. വൈലോപ്പിള്ളിയുടെ രചനയാണ് കാച്ചിക്കുറുക്കിയെടുത്ത കവിത എന്ന് വിളിക്കുന്നത്. കാത്തലിക് എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് നിഷ്പന്നമായത്? കാത്തലിക് ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ് കാത്തലിക് എന്ന പദം നിഷ്പന്നമായത്. കാത്തലിക് ഗ്രീക്ക് പദം. കാൻ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ച വർഷം ഏതാണ്? 1946 ആണ്. കാൻ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ച വർഷം 1946. കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്നത് കാർബൺ 14 ആണ്. കാർബൺ 14 ആണ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. ശിവജിയുടെ മന്ത്രിസഭയാണ് അഷ്ടപ്രധാൻ എന്നറിയപ്പെട്ടത്. അഷ്ടപ്രധാൻ എന്നറിയപ്പെട്ടത് ആരുടെ മന്ത്രിസഭയാണ്? ശിവജി. കിങ് മേക്കർ എന്നറിയപ്പെട്ട തമിഴ് നേതാവ് ആരാണ്? കെ കാമരാജാണ് കിങ് മേക്കർ എന്നറിയപ്പെട്ട തമിഴ് നേതാവ്. കെ കാമരാജ്. ശങ്കേഴ്സ് വീക്കിലിയുടെ മുദ്ര എന്തായിരുന്നു? ശങ്കേഴ്സ് വീക്കിലിയുടെ മുദ്ര കഴുതപ്പുറത്ത് ചെണ്ടക്കാരനായിരുന്നു ശങ്കേഴ്സ് വീക്കിലിയുടെ മുദ്ര. സാധാരണമായി ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായ ബാക്ടീരിയ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണ്. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണ് സാധാരണയായിട്ട് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായ ബാക്ടീരിയ. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. സാർവിക സി കർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? സാർവിക സി കർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. AB ഗ്രൂപ്പാണ് സാർവിക സി കർത്താവ്. ഗാന്ധി സിനിമയുടെ സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രവിശങ്കർ. സിൽവാസ ഏതിന്റെ തലസ്ഥാനമാണ്? സിൽവാസ ദാദ്ര നഗർ ഹവേലിയുടെ തലസ്ഥാനമാണ് സിൽവാസ. ഏതിന്റെ തലസ്ഥാനമാണ്? ദാദ്ര നഗർ ഹവേലി. CMSകാർ കോട്ടയത്ത് പെൺപള്ളിക്കൂടം തുടങ്ങിയത് ഏത് വർഷമാണ്? AD 1821. AD 1821 CMSകാർ കോട്ടയത്ത് പെൺപള്ളിക്കൂടം തുടങ്ങിയത്. AD 1821. സ്വർഗീയ ധാന്യം എന്നറിയപ്പെടുന്നത് ഏലമാണ്. ഏലം. ഹിജ്റ വർഷത്തിലെ ആദ്യത്തെ മാസം മുഹറം. ജർമ്മനിയിലെ റൂർ മേഖല ഏത് നിക്ഷേപത്താൽ സമ്പന്നമാണ്? കൽക്കരിയാണ്. ജർമ്മനിയിലെ റൂർ മേഖല ഏത് നിക്ഷേപത്താൽ സമ്പന്നം? കൽക്കരി. ജഹാംഗീർ നഗറിന്റെ ഇപ്പോഴത്തെ പേര് ധാക്ക. ഞാൻ മരിക്കുന്നത് വേണ്ടത്ര വൈദ്യന്മാരുടെ സഹായത്താലാണ് എന്ന് പറഞ്ഞത് അലക്സാണ്ടർ ചക്രവർത്തിയാണ്. ഞാൻ മരിക്കുന്നത് വേണ്ടത്ര വൈദ്യന്മാരുടെ സഹായത്താലാണ് എന്ന് പറഞ്ഞത് അലക്സാണ്ടർ ചക്രവർത്തി. JC ഡാനിയേലിന്റെ ജീവിതം ആധാരമാക്കി സെല്ലുലോയിഡ് എന്ന സിനിമ സംവിധാനം ചെയ്തത് കമൽ. സിനിമയുടെ പേര് സെല്ലുലോയിഡ്. ആരുടെ ജീവിതം ആധാരമാക്കിയാണ്? JC ഡാനിയേൽ. JC ഡാനിയേലിന്റെ ജീവിതം ആധാരമാക്കി സെല്ലുലോയിഡ് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? കമൽ ആണ്. വൈക്കം സത്യാഗ്രഹ കമ്മിറ്റിയോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് കെ കേളപ്പനാണ്. വൈക്കം സത്യാഗ്രഹ കമ്മിറ്റിയോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആയിരുന്നത് ആരാണ്? കെ കേളപ്പനാണ്. ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.